അല്ല, അവരുടെ ഫുട് പ്രിന്റ് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചു. വയനാട്, കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ പോലും ന്യൂനപക്ഷ മേഖലകളിൽ ബി.ജെ.പിക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക, ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് വലിയ തോതിലൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഒരു 20% സിറ്റി ഏരിയാസ് ഒക്കെ, മേജർ സിറ്റി ഏരിയാസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും 20% മുകളിലാണ് ബി.ജെ.പി നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ബി.ജെ.പി ഇനി മറികടക്കണമെങ്കിൽ ഒരു LDF UDF ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് വേണ്ടി വരും. അപ്പൊ ആ ലെവലിലേക്ക് ബി.ജെ.പി വളർന്നു കഴിഞ്ഞു. അപ്പൊ ബി.ജെ.പിയുടെ വളർച്ചയെ അങ്ങനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃപ്പൂണിത്തുറയിലും മുനമ്പത്തൊക്കെ പല ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള വാർഡിൽ പോലും ബി.ജെ.പിക്ക് അത്യാവശ്യം നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ അവർ ഫീൽഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലെ വർക്ക് ആണെങ്കിൽ, അതിനൊക്കെയാണ് അവർ ഈ തവണ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അവരുടെ കാൻഡിഡേറ്റ്സിനെ എടുത്ത് നോക്കൂ. തിരുവനന്തപുരത്തെ ഈ ശ്രീലേഖ IPS പോലുള്ള ആളുകൾ വളരെ ക്ലീൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇമേജുള്ള ആളുകൾ, അല്ലാതെ ഈ CPM ആളുകളെ നേരെ നേരെ നിങ്ങൾ കമ്പയർ നോക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ബാങ്ക് കവർച്ചയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന VV രാജേഷിനെ നിങ്ങൾ ക്ലീൻ ഇമേജ് എന്ന് പറയില്ല. പകരം ഒരിക്കൽ പോലും രാഷ്ട്രീയക്കാരിയാവാത്ത ശ്രീലേഖ നിങ്ങൾക്ക് ക്ലീൻ ആണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ് ആണ്. അതായത് ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ VV രാജേഷ് എന്താ ക്ലീൻ ഇമേജ് ഇല്ലാത്ത ആളാണ്? ഞാൻ ഉദ്ദേശിച്ചത് VV രാജേഷ് ക്ലീൻ ഇമേജ് ഇല്ല എന്നല്ല, ഞാൻ ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ പറയാണ്. അവിടെ ഒരു മത്സരം നടക്കുമ്പം CPM സ്ഥാനാർത്ഥി ആര്, UDF സ്ഥാനാർത്ഥി ആര്, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് നോക്കുമ്പോൾ CPM സ്ഥാനാർത്ഥികളെക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു ക്ലീൻ ഇമേജ് ഉള്ള കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യാൻ ബി.ജെ.പിക്ക് ഇത്തവണ സാധിച്ചു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ കറപ്ഷൻ ഇല്ലാത്ത, കറപ്റ്റ് ആയിട്ടില്ലാത്ത ആളുകളെ, ക്ലീൻ ഇമേജ് ഉള്ള ആളുകൾ അവർക്ക് ഫീൽഡ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ തന്നെയാണ് അവരുടെ നേട്ടത്തിന് കാരണം. അല്ലാതെ ഇവിടെ നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട പുഷ് ചെയ്തിട്ടോ ഒന്നല്ല ബി.ജെ.പി ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇനി ആ ഒരു അനിൽകുമാറിന്റെ വാദത്തോട് യോജിച്ച് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ആളുകളുടെ ഒരു ചോയ്സിന് അല്ലെ ആളുകളുടെ ഡിസിഷന് അത്ര വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്താ പറയാ, കോൺഗ്രസ് ഒരുപാട് പണിയെടുത്തുകൊണ്ട്, കോൺഗ്രസ് പണിയെടുത്തതിനേക്കാൾ കൂടുതൽ ഇവിടെ CPM ഉള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിന് ഒരു പക്ഷേ ഇത്തവണ വലിയ രീതിയിൽ ഫേവർ ചെയ്തത്. കാരണം ഈ പറയുന്ന പോലെ ശബരിമല വിഷയം, പിന്നെ ഈ KCB ബില്ല്, മറ്റു പല ജനങ്ങളെ എന്താ പറയാ, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ശമ്പളത്തിന്റെ വിഷയങ്ങൾ, സ്കൂളുകളിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല, ആശുപത്രികൾ ഇടിഞ്ഞു, സർക്കാർ ആശുപത്രികൾ ഇടിഞ്ഞു വീഴുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു വലിയ ഗ്രൗണ്ട് വർക്ക് UDF നടത്തിയതിനെ കൊണ്ട് ഉള്ളൊരു വിജയം മാത്രമല്ല ഇത്. കാരണം UDF പോലും ഇതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വിജയമാണ്. മാത്രമല്ല, ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ടൈപ്പിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി എന്നാണ് ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് LDF അത്ര വലിയ അൺടച്ചബിൾ പാർട്ടിയെ മാറിയത്. അവർക്ക് ഈ പറഞ്ഞ പോലെ 96 മുതൽ 2016 വരെ വലിയ സ്വീകാര്യരായിരുന്നല്ലോ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ തന്നെ. അപ്പൊ ഇവിടുന്ന് ഇതെന്ന് വെച്ചാൽ ഒരു ഈ പറയുന്ന പോലെ LDF UDF എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്റ്റമറാണത്. അപ്പൊ ആ കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു. ഇപ്പം UDF കൂടെയാണ്. അപ്പൊ അതാണ് അവർക്ക് പ്രശ്നം. അല്ലാതെ ഒരു കാലത്തും ഇവർക്ക് ഒരു അൺടച്ചബിലിറ്റിയോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണമെന്നോ ഇങ്ങനെയുള്ള വർഗീയ സ്വഭാവമുള്ള പാർട്ടികളെ അല്ലെങ്കിൽ സംഘടനകളെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആളുകളൊന്നുമല്ല. അവരുടെ നേട്ടം, അവർക്ക് എപ്പോഴൊക്കെ നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചിട്ട്, അപ്പോഴൊക്കെ അവരത് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു തോൽവിയെ നേരിടാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ വിധിയെ മാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പം ഏതെങ്കിലുമൊക്കെ വർഗീയ പാർട്ടി, ഹിന്ദുത്വ അജണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നതിന് പകരം ഈ ഒരു വിധിയെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക. എന്നിട്ട് എന്തൊക്കെ തിരുത്തലാണ് വരുത്താൻ പറ്റുക നോക്കുക.